ഞാൻ പ്രവീണ. വി ബോട്ടം ബാഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്ക്വയർ ബോട്ടം ബാഗ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ ബോട്ടം ബാഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ ആണ്. ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആദ്യം 1 ഇഞ്ച് അളവില് ഇങ്ങോട്ട് വിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ 1 ഇഞ്ച് വിടുന്നത്. അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് വീണ്ടും ഒരു ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത സൈഡിലോട്ട് നമ്മൾ പശ തേക്കുന്നു. പശ തേക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ മുകൾ ഭാഗത്ത് തന്നെ പശ തേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അകഭാഗത്താണ് പശ തേക്കുന്നതെങ്കിൽ നമ്മൾ ക്യാരി ബാഗ് ചെയ്യുമ്പോൾ ഒരു നീറ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറം ഭാഗത്ത് തന്നെ പശ തേക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 ഇഞ്ച് വരുന്ന ഗസറ്റ് വരുന്ന ബാഗാണ്. അപ്പോൾ അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 സൈഡും നമുക്ക് ഗസറ്റ് മാർക്ക് ചെയ്യണം അല്ലേ? അപ്പൊ സ്കെയിൽ എടുത്തിട്ട് ഗസറ്റിന്റെ പകുതി, അതായത് 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ അടുത്ത സൈഡും 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോട്ടം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഗസറ്റ് നമ്മൾ 2ആണല്ലോ എടുത്തത്. ആ ഗസറ്റ് തന്നെയാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഫോൾഡിംഗ് ആണ്. സ്കെയിലിന്റെ സപ്പോർട്ടോട് തന്നെ നിങ്ങൾ മടക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതിനുശേഷം ബോട്ടവും ഒന്ന് സ്കെയിലിന്റെ സപ്പോർട്ടോടെ തന്നെ മടക്കുക. അങ്ങനെ മൊത്തം 4 മടക്ക് നമ്മൾ മടക്കി കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈ ഉള്ളിലോട്ട് കടത്തിയതിന് ശേഷം ഈ മടക്കില്ലേ, ആ മടക്കും നമുക്ക് ഇവിടെ കാണുന്ന ആ ഒരു മടക്കും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറു സൈഡും. കോട്ടൺ വേസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മടക്കുന്നതും കുറച്ച് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ബോട്ടം നമ്മൾ മടക്കുന്നതാണേ. അതിനുശേഷം ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ബി പോലെ ആക്കുമ്പോൾ അകത്തിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് വി ഷേപ്പിൽ കിട്ടാൻ കണക്കിന് നമ്മൾ ഉന്തിക്കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ്. അതുപോലെ മറു സൈഡും
വി പോലെ. അത് കഴിഞ്ഞാൽ വരുന്ന മടക്ക് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം മടക്കിയ സ്കെയിലിന്റെ സപ്പോർട്ടോട് മടക്കിയ മടക്കുകളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. സ്കെയിലിന്റെ സപ്പോർട്ടോട് തന്നെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് മടക്കുക. അതിനുശേഷം മറു സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ഒരു സൈഡിലായിട്ട് പശ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പേപ്പർ ക്യാരി ബാഗ് സ്ക്വയർ ബോട്ടം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാഗിന്റെ ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള ഹാൻഡിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ബാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റഡ് ഹാൻഡിലോ അതുപോലെ ഫ്ലാറ്റ് ഹാൻഡിലോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നൈലോണിന്റെ തന്നെ ഒരു ഹാൻഡിലാണ്. നമ്മുടെ ബാഗ് എടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് സെന്ററിൽ നിന്ന് 1.5 ഇഞ്ച് രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് പഞ്ച് ചെയ്യാം. അതിനുശേഷം ഹാൻഡിൽ ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, നമ്മുടെ സ്ക്വയർ ബോട്ടം ബാഗ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്വയർ ബോട്ടം ബാഗ് റെഡി ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് അളവുകൾ വ്യക്തമായി പറഞ്ഞു തരാം. നമ്മൾ ഏതാണോ ഗസറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന അളവ്, അതായത് 4 × 4, 2 × 2, 3 × 3, അതിന്റെ പകുതിയാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട്. അതിനുശേഷം ബോട്ടം മാർക്ക് ചെയ്യാനായിട്ട് ആദ്യത്തെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഗസറ്റ് തന്നെയാണ്. അതിനുശേഷം ഗസറ്റിന്റെ പകുതി ഒരിക്കൽ കൂടി എടുക്കുന്നു. അതിനുശേഷമുള്ള മടക്കുകൾ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ ഒരു പേപ്പർ ക്യാരി ബാഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ 0 ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസിന്റെ ഐഡിയാസ്, അതിനുള്ള മാർക്കറ്റിംഗ്, എല്ലാവിധ സപ്പോർട്ടും കൂടെ ആയിട്ട് ഞങ്ങൾ ഓഫ്ലൈനായും ഓൺലൈനായും ട്രെയിനിങ്ങുകൾ നൽകി വരുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.